ഹലോ. ഹലോ. അമീർ സാറേ, ഗുഡ് മോർണിംഗ്. ഹലോ. ഇഷാം സാർ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? എനിക്ക് കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഇഷാം സാർ. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. ഹലോ. ഇഷാം സാറേ, കേൾക്കാമോ? കേൾക്കാം. Recording in progress. രണ്ട് ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ലാപ്ടോപ്പ് എപ്പോ വരുന്നുണ്ട്? ഒന്ന് ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ആക്കി. ഒന്ന് മ്യൂട്ട് ആക്കിയാൽ മതി. സൗണ്ട് ഒക്കെ മ്യൂട്ട് ആക്കി. അല്ല, അമീർ സാർ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ.
സുഭാഷ് സാറെ ടൈം ആയല്ലോ. ഗുഡ് മോർണിംഗ്. അമീർ സാർ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ. Good morning to all. The meeting in connection with 7 a.m. morning drive is hereby called to order. Welcome speech by Chairman. Good morning. Zone 28 വളരെ വിജയകരമായ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും കഴിഞ്ഞ 72 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 7 a.m. മോർണിംഗ് ഡ്രൈവ് എന്ന പ്രോഗ്രാമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന സെഡി ട്രെയിനിങ് സോൺ ഡയറക്ടർ ട്രെയിനിങ് ഇഷാം സാറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോൺ 28ന്റെ സന്തോഷവും എല്ലാവർക്കും പുഞ്ചിരിയുടെ മുഖവുമായി എല്ലാവരെയും സമീപിക്കുന്ന സോൺ 28ന്റെ ILD എന്നറിയപ്പെടുന്ന സെഡ് PPP KS ചിത്ര മേഡത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ സെഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ എത്തിയിട്ടുള്ള സോൺ ട്രെയിനർ അമീർ ബാബു സാറെ ഈ പ്രോഗ്രാമിലേക്ക് അഭിമാന പുരസ്കാരം സ്വാഗതം ചെയ്യുന്നു. JC ആൻഡ് നോൺ JC മെമ്പർമാരെ എല്ലാ മെമ്പർമാരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. The 7 a.m. morning drive online session floor is yours. Amir sir. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes, you can. ഓക്കെ. ഗുഡ് മോർണിംഗ് ആൾ. എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സോൺ 28ന്റെ ZP ചിത്ര മാഡം, ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന സുഭാഷ് സാറ്, അതുപോലെ ഹാഷിം സർ, ഒരു ചെറിയ ടോപ്പിക്, ഒരു ചെറിയ കോൺസെപ്റ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് ഈ മോർണിംഗിൽ വിചാരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അതൊരു ഡിഫറെന്റ് വേയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രം, ഇപ്പോ സമയം കറക്റ്റ് 7 മണിയാണ്, സമയം 7:04 ഇങ്ങനെ നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരുമിച്ച് പല ഭാഗത്താണെങ്കിലും മനസ്സുകൊണ്ട് ഒരുമിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോടൊരു വാക്ക് പരിചയപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പരിചയപ്പെടുത്തും? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വാക്ക് പരിചയപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരിചയപ്പെടുത്തും? ഒന്നുകിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. മെസ്സേജ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വാക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അബ്ദുൽ ലത്തീഫ് സാറ് ലവ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ടൈപ്പ് ചെയ്യായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പറയുകയാണെങ്കിലും കൊള്ളാം. ഹാപ്പിനെസ്, ഗുഡ്. രാജേഷ് സാർ കാലിക്കറ്റ്. ഇപ്പൊ നിങ്ങൾ കുറെ സെഷൻസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൽ ചില സെഷൻസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ മങ്ങാതെ നിൽക്കുന്നുണ്ടാവും. ചില ആളുകള് സെഷൻസ് ചെയ്തിട്ടുള്ള ചില ട്രെയിനേഴ്സ്, നിങ്ങളുടെ തന്നെ സോണിലെ ചില ഓഫീസേഴ്സ് നമുക്ക് ചിലപ്പോൾ വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കുന്നത്. നമ്മുടെ തന്നെ ചില വിഷൻസ്, സ്വപ്നം ഒക്കെ ചിലപ്പോൾ നമുക്ക് വലിയ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പൊ അങ്ങനെ എന്തും ആവാം. ഇവിടെ കൂടിയ ആളുകൾ ജസ്റ്റ് ടൈപ്പ് ദ വേർഡ്, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യം ഒന്ന് വേഗത്തിൽ ടൈപ്പ് ചെയ്യാം. ഒരു 3-4 പേര് ടൈപ്പ് ചെയ്തു. ഉമ്മ, ഓക്കെ, വെരി ഗുഡ്. ഷെരീഫ് സാറ്, സെൽഫ് റെസ്പെക്ട്, ഓക്കെ, ഗുഡ്. ഞാൻ തന്നെ, എനിക്ക് ഞാൻ തന്നെ. ഓക്കെ, ബാക്കിയുള്ള ആളുകൾ ടൈപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു പ്രസന്റേഷൻ കുറച്ച് സ്ലൈഡ്
തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സാറ് സ്ക്രീന് കാണാമോ സുഭാഷ് സാറെ? സ്ക്രീൻ ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. യെസ്, ഓക്കെ ഓക്കെ. ഇപ്പൊ സ്ക്രീൻ ഷെയർ ആയി. ഒരു മിനിറ്റ്. കാണാമോ? കാണാം കാണാം. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് വേർഡാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്, ബിബ്ലിയോഫിലെ. ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. യെസ് ഓർ നോ ടൈപ്പ് ചെയ്താൽ മതി. കേട്ട ആളുകൾ യെസ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടില്ല, വളരെ പുതിയൊരു ടേം ആണെന്നുണ്ടെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം. നോ ആണ്, പലരും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ബിബ്ലിയോഫിലെ എന്നാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു 2 സ്റ്റോറി ഷെയർ ചെയ്യാം. ഇത് താനൂര് സ്വദേശിയായിട്ടുള്ള അഫ്ര എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ കുറിച്ച് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നു: അഫ്രമോൾ പറക്കുന്നു ആകാശ നീലിമയിൽ. താനൂര് ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ കുട്ടിയെ അറിയാമായിരിക്കും. ഇവരൊരു പൈലറ്റ് ആണ്. 14-15 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പൈലറ്റായി എന്നുള്ളതായിരുന്നു ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അപ്പൊ അതില് പത്രപ്രവർത്തകൻ കുട്ടിയോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പൈലറ്റ് ആവാൻ തീരുമാനിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ആ സ്റ്റോറി ചുരുക്കി പറയാം. അപ്പൊ ഈ കുട്ടി താനൂര് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഉപ്പാക്ക് ചെറിയ ഒരു ബിസിനസ് ഒക്കെ ആയിരുന്നു. പലചരക്കടയാണ് നാട്ടിൽ, അധികം പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ കല്യാണം കഴിച്ചു വിടാനൊക്കെയാണ് വീട്ടുകാരും നാട്ടുകാരൊക്കെ തീരുമാനിച്ചത്. പക്ഷെ അവള് എനിക്ക് പൈലറ്റ് ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഉപ്പ ഇവളെ പൈലറ്റ് കോഴ്സിന് ചേർക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പൈലറ്റ് ആവണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് അഫ്രയെ പൈലറ്റ് ആവാൻ പ്രേരിപ്പിച്ചത്. ലോകത്തെ സാഹസിക പൈലറ്റുമാരെ കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അത് വായിച്ചപ്പോ ഭാവിയിൽ എനിക്കും അങ്ങനെ ഒരു പൈലറ്റ് ആവണമെന്ന് ഈ കുട്ടി തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോ അഫ്രയാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അഫ്ര മോൾ പറക്കുന്നു ആകാശ നീലിമയിൽ. ഒരു കുട്ടി വായിച്ച ഒരു പുസ്തകം ഒരു കുട്ടിയെ പൈലറ്റ് ആവാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മള് മലാല യൂസഫ് സായിയുടെ വളരെ പോപ്പുലർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാറുണ്ട്: എ പെൻ, എ ബുക്ക്, എ ടീച്ചർ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഒരു കുട്ടിക്ക്, ഒരു പേനക്ക്, ഒരു നോട്ട് പുസ്തകത്തിന്, ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികക്കൊക്കെ ഈ ലോകത്തെ മാറ്റാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു പുസ്തകവും ഒരു ടീച്ചറും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് വരുത്തി എന്നുള്ളതാണ്. ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം ബിബ്ലിയോഫിലയിലേക്ക് വരുന്നതിന് മുമ്പ്. ഇത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഡോക്ടർ അന്ന പൗലോസ് ആണ്. ഇവരെ കുറിച്ച് നമ്മൾ കൊറോണയുടെ തൊട്ടു മുമ്പ് അഗെയിൻ മനോരമ പത്രത്തില് ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ചിറക് കണ്ടെത്തുക, പറന്നു കയറുക. ഇന്ന് UN-ന്റെ
ഫുഡ് വാലിഡേഷൻ ഓഫീസറാണ് UN വേൾഡ് ഫുഡ് പ്രോഗ്രാം ഇമ്പാക്ട് വാലിഡേഷൻ ഓഫീസറാണ് ഡോക്ടർ അന്ന പൗലോസ്. കുട്ടിക്കാലത്ത് അവരുടെ വായന അതുപോലെ പിന്നെ അവരുടെ നെറ്റ്വർക്ക് ഒക്കെയാണ് അവർക്ക് UN പോലുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലേക്ക് അവരെ വഴി നടത്തിയത് എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. അപ്പൊ അവർ ടോക്കിയോയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രബന്ധമാണ് സത്യത്തില് UN-ന്റെ ഈ ഫുഡ് വാലിഡേഷൻ ഇമ്പാക്ട് വാലിഡേഷൻ ഓഫീസറായിട്ട് അവരെ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ വാർത്ത വരുന്ന സമയത്ത് ഇവർക്ക് 29 വയസ്സായിരുന്നു. 24ഓളം വിദേശ രാജ്യങ്ങള് അവര് UN-ന്റെ ഭാഗമായിട്ട് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അത്രയും ചെറിയ പ്രായത്തിൽ അവര് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എഗെയിൻ അവരെ ഇങ്ങനെ ആവാൻ അവരെ സഹായിച്ചിട്ടുള്ള ഒരു കാരണം അവരുടെ വായനയായിരുന്നു എന്നാണ് ആ വാർത്തയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കുട്ടിക്കാലത്തെ വായനാശീലമാണ് ഭാഷാപരമായ അടിത്തറ സമ്മാനിച്ചത്. പഠിക്കുന്ന കാലത്ത് തന്നെ അധ്യാപകരോ സുഹൃത്തുക്കളോ ഒക്കെ ആയ മെന്റേഴ്സിനെ കണ്ടെത്തിയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ആണ് അന്നയെ ഡോക്ടർ അന്ന പൗലോസ് ആക്കുന്നതും UN എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് 100 തീപ്പൊരി ചിന്തകൾ. ഡോക്ടർ C തോമസ് എബ്രഹാം സാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കേൾക്കാമോ? ഉള്ളിലെ തീപ്പൊരി അണഞ്ഞു തുടങ്ങി എന്ന് തോന്നിപ്പിക്കുന്ന നാളുകൾ ഒരു സൗണ്ട്. ഉള്ളിലെ തീപ്പൊരി അണഞ്ഞു തുടങ്ങി എന്ന് തോന്നിപ്പിക്കുന്ന നാളുകൾ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരാളുണ്ടാവും. അണയുന്ന കനലിനെ വീണ്ടും പ്രജ്വലമാക്കുന്ന ഇത്തരം മനുഷ്യരോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. ആൽബർട്ട് ഷൈറ്റ്സറുടെ ഒരു കോട്ട് ഈ പുസ്തകത്തിലുള്ള ഒരു കോട്ടാണ്. നമ്മൾ JCIയുടെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ട്രെയിനിങ് ഒരു പാഷനാണ്. ഞാൻ ആൾറെഡി പല ഓർഗനൈസേഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ട്രെയിനിങ് മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ 2009 എന്നിലെ ട്രെയിനറെ അല്ലെങ്കിൽ എന്നിലെ ഒരു സ്പീക്കറൊക്കെ ശരിക്കും മോൾഡ് ചെയ്യാൻ പോളിഷ് ചെയ്തെടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് JCI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെയാണ്. ഓക്കെ, അതിൽ ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ട്. അവര് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഞാൻ ഒന്ന് അത് പറയാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് JCIക്കാർക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് മേഖലയിലൊക്കെ നിലനിൽക്കുന്ന ആളുകൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇത്. സമയം കുറവായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. യു ക്യാൻ വിൻ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള മോട്ടിവേഷണൽ ബുക്ക് എഴുതിയിട്ടുള്ള ഇൻസ്പിറേഷണൽ ബുക്ക് എഴുതിയിട്ടുള്ള ശിവഗേരയുടെ ഫോട്ടോ ആണിത്. നമുക്കറിയാം യു ക്യാൻ വിൻ എന്ന് പറയുന്ന പുസ്തകത്തില് ടൈറ്റിൽ വേർഡ് ഇതാണ്: ജേതാക്കൾ വ്യത്യസ്തമായ കാര്യങ്ങളല്ല ചെയ്യുന്നത്, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. വിന്നേഴ്സ് ഡു നോട്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. അതില് തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ്, ഒരു ബലൂൺ സെല്ലറുടെ സ്റ്റോറി ഒക്കെ പറഞ്ഞതുകൊണ്ടാണ്. വിന്നേഴ്സ് സീ ദ ഗെയിൻ, ലൂസേഴ്സ് സീ ദ പെയിൻ. അണ്ടർ ദ അഡ്വേഴ്സ് കണ്ടീഷൻ സം പീപ്പിൾ ബ്രേക്ക് ഡൗൺ, സം ബ്രേക്ക് ദ റെക്കോർഡ്സ്. ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലോ ഒക്കെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ചിന്തകളും സ്റ്റോറീസും ഒക്കെയാണ് യു ക്യാൻ വിൻ എന്ന് പറയുന്ന പുസ്തകത്തില് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ എന്നെ ഇപ്പൊ കേൾക്കുന്ന ആളുകളിൽ മിക്കവാറും ആളുകളൊക്കെ വായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് യു ക്യാൻ വിൻ. ട്രെയിനിങ് മേഖലയിലേക്ക് വായനയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ തുടങ്ങാവുന്ന ഒരു പുസ്തകം കൂടെയാണ് യു ക്യാൻ വിൻ. വായിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വായിക്കാം. ഒരു പുസ്തകം കൂടെ പരിചയപ്പെടുത്താം. ഡോക്ടർ സ്പെൻസർ ജോൺസൺ എഴുതിയിട്ടുള്ള വു മൂവ് മൈ ചീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. കേൾക്കാമോ സാറേ? കേൾക്കാം. സ്ക്രീൻ ഔട്ട് ആയി തോന്നുന്നു അല്ലേ? സ്ക്രീൻ വേണോ? ഇങ്ങനെ പോയ പോരെ? ഓക്കെ. വു മൂവ് മൈ ചീസ് എന്ന് പറയുന്ന ഡോക്ടർ സ്പെൻസർ ജോൺസന്റെ ഒരു വളരെ കുഞ്ഞു പുസ്തകമാണ്. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകമാണ് വു മൂവ് മൈ ചീസ് എന്ന് പറയുന്നത്. 2 കുഞ്ഞു എലികളുടെയും 2 മനുഷ്യന്മാരെയും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ആന്റിസിപ്പേറ്റ് ദ ചേഞ്ച്, അഡാപ്റ്റ് ടു ദ ചേഞ്ച് ക്വിക്ക്ലി, എൻജോയ് ദ ചേഞ്ച്,
ബി റെഡി ടു ചേഞ്ച് ക്വിക്ക്ലി അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ JCA നമ്മൾ പറയാറുള്ളത് ബി ബെറ്റർ എന്നുള്ളതാണ്. മേക്ക് ദ ചേഞ്ച്, ബി ദ ചേഞ്ച് എന്നാണ് നമ്മൾ JCA പലപ്പോഴും പറയാറുള്ളത്. അപ്പോ അത് വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റോറിയുടെ സഹായത്തോട് കൂടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് വൂ മൂവ് മൈ ചീസ് എന്ന് പറയുന്ന പുസ്തകം. എഗെയിൻ വായനയിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ഇനി ഞാൻ എൻ്റെ ഷെയറിങ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബിബ്ലിയോഫിലെ എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ തന്നെ അറിയാമെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഷെയർ ചെയ്യാം. വാട്ട് ഈസ് ബിബ്ലിയോഫിലെ? ഇപ്പൊ രണ്ടാളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു, പിന്നെ അഫ്ര എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് പറഞ്ഞു, ഒരു പൈലറ്റിനെ കുറിച്ച് പറഞ്ഞു, ഡോക്ടർ അന്ന പൗലോസിനെ കുറിച്ച് പറഞ്ഞു, 2-3 പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. ബേസ്ഡ് ഓൺ ഓൾ ദീസ് എന്തായിരിക്കും ബിബ്ലിയോഫിലെ? എന്തെങ്കിലും ഒരു ഊഹമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ട് എങ്കിൽ ഷെയർ ചെയ്യാം. റീഡിങ്, ഓക്കെ, ഗുഡ്. ബിബ്ലിയോഫിലെ ഞാൻ സമയം കുറവായതുകൊണ്ട് റെസ്പോൺസ് അധികം കാണുന്നില്ല. സമയം കുറവായതുകൊണ്ട് പറയാം. ഭൂമിയിൽ 2 തരം മനുഷ്യന്മാരെ ആണ് എന്നാണ് പറയാം. ഒന്ന് പുസ്തകം വായിക്കുന്നവരും വായിക്കാത്തവരും. നമുക്ക് ഇത്തരം ആളുകളെ തിരിച്ചറിയാം. വായിക്കുന്നവരെയും വായിക്കാത്തവരെയും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഒരാൾ പ്രസംഗിക്കുമ്പോൾ വായിക്കുന്ന ഒരാളാണ് പ്രസംഗിക്കുന്നതെങ്കിലും വായിക്കാത്ത ഒരാളാണ് പ്രസംഗിക്കുന്നതെങ്കിലും നമുക്കത് മനസ്സിലാവും. എഴുതുന്ന ഒരാളുടെ എഴുത്ത് നോക്കി കഴിഞ്ഞാൽ അയാൾ വായിക്കുന്ന ആളാണോ വായിക്കാത്ത ആളാണോ എന്ന് നമുക്ക് മനസ്സിലാവും. വായിക്കാത്ത ആളുകൾക്ക് ഒരു കഥ ഉണ്ടാവില്ല. ഓക്കെ, അവരുപയോഗിക്കുന്ന വാക്കുകള്, അർത്ഥങ്ങൾ, അർത്ഥാന്തരങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ കുറിച്ചൊക്കെ വായിക്കാത്ത ആളുകൾ അജ്ഞരായിരിക്കും. അതേസമയം വായിക്കുന്ന ആളുകളുടെ വാക്കിന് വെളിച്ചവും അർത്ഥവും ആഴവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അവരുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ അവര് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന പിന്നെ കോൺസെപ്റ്റുകൾക്ക് ഒക്കെ ഭയങ്കര ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും. അവര് വിവേകികളായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ബിബ്ലിയോഫിലെ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ടേം ആണ്. ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ ഹു കളക്ട് ദ ബുക്ക് ഓർ ഹാസ് എ ഗ്രേറ്റ് ലവ് ഓഫ് ബുക്സ്. ഓക്കെ, പുസ്തകങ്ങൾ വാങ്ങുകയും പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഗ്രീക്ക് ഭാഷയിൽ വിശേഷിപ്പിക്കുന്ന ടേമാണ് ബിബ്ലിയോഫിലെ. 9-ാം തീയതി JCIയുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട JCI സുഹൃത്തുക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള മെസ്സേജ് ഇത്രയേ ഉള്ളൂ. പ്ലീസ് ട്രൈ ടു കളക്ട് ദ ബുക്ക്, റീഡ് ദ ബുക്ക് ആൻഡ് ലവ് ദ ബുക്ക്. ഓക്കെ, ബിബ്ലിയോഫിലെ. താങ്ക് യു. ഓവർ ടു ചെയർ. Thank you, Amir sir, for a wonderful session and inspiration. Open forum and feedback. ഗുഡ് മോർണിംഗ് സാർ. മൈസെൽഫ് ജുനൈസ്, JCI നിലമ്പൂർ. വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ വായനകളൊക്കെ മറന്ന് വേറെ റീൽസിന്റെ പിന്നാലെ ചുറ്റിക്കെട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വായനയുടെ ലോകത്തിന് നല്ല അറിവ് നൽകാനും നല്ല ആഴത്തിലും വ്യാപ്തിയിലും സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു ട്രെയിനറെ സംബന്ധിച്ചോളം അത് വളരെ ഉപകാരപ്രദമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സാർ ചെയ്തു. അങ്ങനെ അങ്ങേയറ്റ ഉപകാരം. താങ്ക് യു. സൂപ്പർ സെഷൻ. കുറെ അറിയാത്ത പുസ്തകങ്ങളും കൂടി പരിചയപ്പെടുത്തി തന്നതിന് താങ്ക്സ്. വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ. രമ്യ ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. ബിബ്ലിയോഫിലോ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്താവുന്ന ഒരാളാണ് രമ്യ ടീച്ചർ. എനിക്കറിയാം രമ്യ ടീച്ചർ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. നമ്മുടെ സോണിലെ വരും കാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആവാൻ സാധ്യതയുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ആളാണ് രമ്യ ടീച്ചർ. ഷീ ഈസ് ഫ്രം മൈ ഓൺ ചാപ്റ്റർ. താങ്ക് യു മിസ്.
ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്സ് പറയാൻ വേണ്ടിട്ട്? ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നു. ക്ലോസിംഗിലേക്ക് പോവാം. I request zone coordinator Cyril Baby sir to propose vote of thanks. Thank you, Chairman, for this privilege. ഇന്നത്തെ ഈ സെഷൻ വളരെ കാര്യപ്രസക്തമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ജെ.സി. അമീർ ബാബു സാറിനാണ് ആദ്യം തന്നെ സോണിന് നന്ദി അറിയിക്കുന്നത്. താങ്ക് യു അമീർ സാർ. താങ്ക് യു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഷെയർ ചെയ്ത JFM സുഭാഷ് നായർക്ക് സോണിന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ വളരെ ചിട്ടയോടുകൂടി പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന സെഡി ട്രെയിനിങ് ഡോക്ടർ ഹിഷാം ഹൈദർ സാറിന് ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും, മോർണിംഗ് ഡ്രൈവിൽ ജോയിൻ ചെയ്ത എല്ലാവരേക്കും സോണിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you. The 7 AM morning drive online program is hereby adjourned and have a good day to all. Okay. നാളെ ഇതേ സമയം വീണ്ടും കാണാം. Bye. Have a nice day to all.